ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കിഡിലൻ ടേസ്റ്റി ആയിട്ടുള്ള റവ പൊറോട്ട റെസിപ്പിയാണ് കേട്ടോ. റവ പൊറോട്ട എന്ന് പറയുമ്പോൾ നമുക്ക് ചപ്പാത്തിയും പൊറോട്ടയും ഒക്കെ കഴിച്ചു മടുത്തവർക്കും അതിന് ഇരട്ടി രുചിയിൽ ഒരു അടിപൊളി പൊറോട്ടയാണ് കേട്ടോ ഇത്. നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാനും പറ്റും, ഒരുപാട് സമയമൊന്നും വേണ്ട. പത്തിരിയുടെ സെയിം ടെക്സ്ചറിലൊക്കെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സോഫ്റ്റ് റവ പൊറോട്ടയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു റവ പൊറോട്ട റെഡിയാക്കാനായിട്ട് നമുക്ക് റവയൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ ഇതിലേക്ക് ഇപ്പോൾ 2 കപ്പ് അളവിൽ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഈ ഒരു രീതിയിൽ കണ്ടില്ല, നല്ല ഫൈൻ പൗഡറായിട്ട് ഞാൻ പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു റവ പൊറോട്ട റെഡിയാക്കാനായിട്ട് റവയൊന്ന് വാട്ടിയെടുക്കണം. നമ്മൾ പത്തിരിക്കൊക്കെ അരിപ്പൊടി വാട്ടിയെടുക്കുമല്ലോ ചൂടുവെള്ളത്തിൽ, ആ ഒരു രീതിയിൽ. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഞാനിപ്പോൾ 2 കപ്പ് റവയല്ലേ എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 കപ്പ് റവക്ക് 3.5 കപ്പ് വെള്ളം ഞാൻ ഇതിൽ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു വെള്ളത്തിൽ നമുക്ക് എത്രയാണോ പൊറോട്ടയ്ക്ക് നിങ്ങൾക്ക് ഉപ്പ് ആവശ്യം അതിനനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഈ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ പൊടിച്ചിട്ടുള്ള റവ ഒന്ന് ഇതിലേക്ക് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കുക. കുറച്ചായിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ കട്ട പിടിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് നമ്മൾ ചേർത്തിട്ടുള്ള റവ പൗഡറിലേക്ക് വെള്ളം എല്ലാവിടെയും തട്ടണം. ആ ഒരു രീതിയിൽ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് വരെ ഒന്ന് നന്നായിട്ട് ആവി കൊള്ളിച്ചൊന്ന് റവയൊന്ന് 5-8 മിനിറ്റ് ഒന്ന് വെന്ത് വരണമല്ലോ, ആ ഒരു രീതിയിലൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഒഴിച്ചിട്ടുള്ള വെള്ളം റവയിലേക്ക് മുഴുവനായിട്ട് പിടിച്ചിട്ടണം, ആ ഒരു രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് കുറച്ചുകൂടിയും വെള്ളം ഒന്ന് റവ വലിച്ചെടുക്കുന്ന സമയത്ത് നന്നായിട്ട് ടൈറ്റായി വരും ഈ റവ. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ആ സ്പാച്ചില മാറ്റിയിട്ട് വേറൊരു വുഡൻ സ്പാച്ചില എടുത്ത്, കാരണം ടൈറ്റായി വരുന്ന സമയത്ത് ഇളക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതിനെക്കൊണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതുപോലെ തന്നെ ചില റവയ്ക്കൊക്കെ വെള്ളത്തിൻ്റെ അളവിൽ ചെറിയ വ്യത്യാസമൊക്കെ വരും. അപ്പോൾ അത് നിങ്ങൾ വാങ്ങിക്കുന്ന റവ സ്ഥിരം വാങ്ങിക്കുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. നമ്മൾ നോർമലി പത്തിരിക്കൊക്കെ അരിപ്പൊടി ഒന്ന് വാട്ടിയെടുക്കല്ലോ, ആ ഒരു രീതിയിൽ തന്നെ വാട്ടിയെടുക്കേ വേണ്ടു കേട്ടോ. ഇനി ഇതുപോലെ 5-8 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക ലോ ഫ്ലെയിമിലിട്ടിട്ട്. അപ്പോൾ നന്നായിട്ട് ആവിയൊക്കെ വന്നിട്ട് നമ്മുടെ എല്ലാ ഭാഗത്തേക്കും റവ നന്നായിട്ട് തന്നെ വെന്ത് വരുമല്ലോ. അപ്പോൾ ഇപ്പം ഞാൻ അടപ്പ് തുറന്ന് നോക്കുന്ന സമയത്ത് റവയൊക്കെ നന്നായിട്ട് അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. ഏതാണ്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളത്തിൻ്റെ അളവൊക്കെ നല്ല പെർഫെക്റ്റ് ആണ് കേട്ടോ, അതുകൊണ്ടാണ് ഈ രീതിയിൽ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിത് ചൂടോടെ തന്നെ വേറൊരു ബൗളിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ മുഴുവൻ റവയും വാട്ടിയത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 കപ്പ് റവയല്ല നമ്മൾ എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് 1 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കുന്ന രീതിയിൽ ചൂടോടെ തന്നെ കുഴച്ചെടുക്കാം. നമുക്ക് മൈദ ചേർത്ത് കൊടുത്തതുകൊണ്ട് കുറച്ചൊന്ന് ചൂട് കുറവായിട്ട് കിട്ടും, എന്നാലും ചൂടോടെ തന്നെ കുഴച്ചെടുത്താലും നമുക്ക് നല്ലൊരു സോഫ്റ്റ്നെസ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. കൈയൊക്കെ പൊള്ളുന്നുണ്ട് ചെറുതായിട്ട്, എന്നാലും നന്നായിട്ട് ഇതുപോലെ തന്നെ ഒന്ന് ഇളക്കി കുഴച്ച് കൊടുക്കുക. ഇപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ ഗീ ചേർത്തിട്ട് ഒന്ന് കുഴച്ചു. അവിടൊന്നും വേണ്ട, ഒരു 1-2 ടേബിൾ സ്പൂൺ മാത്രം മതി. നല്ല ഫ്ലേവർ കിട്ടും കേട്ടോ അങ്ങനെ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഗീ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓയിലായാലും ചേർത്ത് കൊടുക്കാം, പക്ഷേ ഗീ ആകുമ്പോൾ കുറച്ചുകൂടി നല്ലൊരു ഫ്ലേവർ കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത്ര അളവിൽ മാത്രമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇതുപോലെ കുറച്ചായിട്ട് കുഴച്ചെടുക്കാം. കുറച്ചായിട്ട് ഗീ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണേ. അത്യാവശ്യം നന്നായിട്ട് തന്നെ നമ്മൾ പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കുന്നില്ല, ആ ഒരു സെയിം ടെക്സ്ചർ തന്നെയാണ്, ആ ഒരു രീതിയിൽ തന്നെയാണ് കുഴച്ചെടുക്കേണ്ടത്. നമ്മൾ സോഫ്റ്റായി കിട്ടുന്നവരെ ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇത് ഈസിയാണ് ചെയ്യാനായിട്ട്, പക്ഷേ ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ വെള്ളത്തിൻ്റെ അളവൊന്ന് ശ്രദ്ധിക്കണേ, എങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അഥവാ കുറച്ച് വെള്ളം കൂടി പോയി എന്ന് വിചാരിച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ കുറച്ച് തരി ഒന്ന് വീണ്ടും പൊടിച്ചിട്ട് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് വാട്ടിയെടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതുപോലെ വീണ്ടും കുറച്ചായിട്ട് നെയ്യ് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഏതാണ്ട് നമ്മൾ റെഡി ആവാനായിട്ടുണ്ട്, സോഫ്റ്റൊക്കെ ആയി വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് കുഴക്കുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ.
ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിന്. നല്ല സോഫ്റ്റ് ഇല്ലേ, ഈ ഒരു സോഫ്റ്റ്നെസ് കിട്ടുന്നവരെ നമ്മൾ കുഴച്ചെടുക്കണം. അതുപോലെ തന്നെ ക്രാക്സ് ഒന്നും ഇല്ലാതെ കുഴച്ചെടുക്കണം കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് അവിടെ ഇവിടെയൊക്കെ നമ്മൾ ടൈറ്റായിട്ട് കുഴച്ചെടുക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ വിള്ളലൊക്കെ വരും. അപ്പോൾ നമുക്ക് ഈ ഒരു പൊറോട്ട നന്നായിട്ട് പരത്തിയെടുക്കാൻ കഴിയില്ല, നന്നായിട്ട് റെഡിയായി കിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് ചപ്പാത്തിക്കൊക്കെ എടുക്കുന്ന പോലെ ഓരോരോ ഉരുളകളായിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം. നല്ല സോഫ്റ്റിൽ ഉരുട്ടിയെടുക്കുന്ന സമയത്ത് ക്രാക്സ് ഒന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ. ഉരുട്ടിയെടുക്കുന്ന സമയത്ത് ഈ ബോൾസിൽ എങ്കിലും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് പരത്തിയിട്ട് ചുട്ടെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കണം പ്രത്യേകം. അപ്പോൾ എല്ലാം നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇട്ടെടുക്കാം. ബോൾസ് നിങ്ങളുടെ ഷേപ്പിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. കുഞ്ഞു പത്തിരിൻ്റെ ഷേപ്പൊക്കെ ആണെങ്കിൽ കുഞ്ഞായിട്ട് ബോൾസ് എടുക്കുക. കുറച്ച് വലുത് ചപ്പാത്തിൻ്റെ ഒക്കെ വലുപ്പത്തിൽ വേണ്ടിയിട്ട് അങ്ങനെ എടുക്കുക. ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. അപ്പോൾ ഞാൻ മുഴുവനും ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് പരത്തി കൊടുക്കുക ഇതുപോലൊരു ബോർഡിൽ വെച്ചിട്ട്. അപ്പോൾ സാധാരണ നോർമലി നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന രീതിയിൽ തന്നെ, പക്ഷെ ഒരുപാട് പ്രസ് ചെയ്തിട്ട് പരത്തണ്ട കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുത്തിട്ട് പരത്തി കൊടുക്കുക. ഈ ഒരു സോഫ്റ്റ്നെസ് കിട്ടണമെന്നേ ഉള്ളൂ, വേറെ ഒന്നും ടഫായിട്ടുള്ള മെത്തേഡും കാര്യങ്ങളൊന്നുമല്ല. ഇതുപോലെ ക്രാക്സ് ഉണ്ടാകാൻ പാടില്ല ബോൾസിൽ, അതേ ഒന്ന് ശ്രദ്ധിക്കണ്ട കേട്ടോ. എന്നിട്ട് നമുക്ക് സാധാരണ നോർമലി ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഈ ഒരു വലുപ്പത്തിൽ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതുപോലെ ഒന്ന് റൗണ്ടുള്ള എന്തെങ്കിലും ഒരു പാത്രമോ അല്ലെങ്കിൽ ഒരു പാത്രത്തിൻ്റെ അടുപ്പൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഇത് വീട്ടിൽ ചെയ്യുമ്പോൾ നിർബന്ധം എന്നുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. നിങ്ങൾക്ക് വട്ടത്ത് പരത്തിയെടുക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ ഞാൻ ഇത് വീഡിയോക്കൊക്കെ വേണ്ടി ചെയ്യുന്നില്ല, അതുകൊണ്ട് ഒന്ന് ഷേപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രം ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് ക്രാക്സ് ഒന്നും ഇല്ലാതെ ഈ ഒരു രീതി കിട്ടണം. എങ്കിലേ നമുക്ക് നന്നായിട്ട് ഇത് ചുട്ടെടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ കാണാനും നല്ല ഭംഗിയുണ്ടാവും. അതും നല്ല നേരിയതായിട്ട് തന്നെ പരത്തിയെടുക്കാനും വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. പരത്തിയെടുക്കുമ്പോൾ എന്താ പറയുക, നമ്മൾ അമർത്തിയിട്ടൊന്നും പ്രസ് ചെയ്തിട്ട് പരത്താൻ പാടില്ല കേട്ടോ. അത് 1-2 കാര്യങ്ങൾ മാത്രം ഇങ്ങനത്തെ ഒന്ന് ശ്രദ്ധിച്ചെടുത്താൽ മതി. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് ചുട്ടെടുക്കാനായിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഗീ ഒന്ന് ഇതുപോലെ തടയി കൊടുക്കുക കേട്ടോ. ഗീ ആയാലും ഓയിലായാലും എന്തായാലും കുഴപ്പമില്ല, പക്ഷേ ഗീ ആകുമ്പോൾ കുറച്ചുകൂടി നല്ല ഫ്ലേവർ കിട്ടും. ഇനി നമുക്ക് നമ്മൾ പരത്തി വെച്ചിട്ടുള്ള റവ പൊറോട്ട ഇതിലേക്ക് ഇട്ടിട്ട് സാധാരണ നോർമലി നമ്മൾ ചപ്പാത്തി എങ്ങനെയാണ് ചുട്ടെടുക്കുന്നത് ആ ഒരു രീതിയിൽ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് ചുട്ടെടുക്കാം. അതുപോലെ തന്നെ ചുട്ടെടുക്കുമ്പോൾ ഒരുപാട് സമയമൊന്നും ചുട്ടെടുക്കുകയൊന്നും വേണ്ട. കാരണം എന്ന് വെച്ചാൽ റവയൊക്കെ ഓൾറെഡി വെന്തിട്ടുള്ളതാണല്ലോ, നമ്മൾ ചൂടുവെള്ളത്തിലൊക്കെ വാട്ടിയെടുത്തിട്ടില്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് പത്തിരിയൊക്കെ ചുട്ടെടുക്കുന്ന ആ ഒരു ഇത് തിരിച്ചു മറിച്ചിട്ടിട്ട് പെട്ടെന്നൊന്ന് ചുട്ടെടുക്കുക കേട്ടോ. ഇടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ ഒന്ന് ഗീ തടവിക്കൊടുത്ത് ഇതുപോലെ ഒന്ന് തടവിക്കൊടുത്താൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടെടുത്തിട്ട് ചുട്ടെടുത്തിട്ട് കണ്ടില്ല, ഇത്രയേ ഉള്ളൂ, സിമ്പിളല്ല. അപ്പം ഞാൻ മുഴുവൻ ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. കണ്ടില്ല, ഈസിയാണ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പൊറോട്ട കഴിക്കാനായിട്ട് കറിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. നമുക്ക് ചൂട് ചായയുടെ ഒക്കെ കറിയൊന്നും ഇല്ലാതെ തനിയെ കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇത് എന്തോ ഒരു പ്രത്യേക ഫ്ലേവറുള്ള ഒരു പൊറോട്ട തന്നെയാണ്. റവ ദോശയോ അല്ലെങ്കിൽ റവ പൊറോട്ടയോ തന്നെയാണ്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനുള്ള കാര്യം മറക്കരുത്. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.